ഹായ് ഫ്രണ്ട്സ്, സാപ്പിട മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് രണ്ട് തമിഴ് സിനിമകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒരു ക്രൈം ത്രില്ലർ, ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ മൂവിയും ഒരു കോമഡി ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളാണ് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് സിബി സത്യരാജ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത 10 Hours എന്ന സിനിമയാണ്. ഈ സിനിമയിൽ സിബി സത്യരാജിനെ കൂടാതെ ഈ സിനിമയിൽ അഭിനയിക്കുന്നത് ഗജരാജ്, ദിലീപൻ, ജീവ രവി, ശരവണ സുബ്ബരയ്യ, പിന്നെ രാജ അയ്യപ്പ, ആടുകളം മുരുകദോസ് എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ മറ്റു പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് സിബി സത്യരാജിന്റെ ഈ ഒരു സിനിമ എന്നുള്ളത്. അപ്പോൾ ഈ സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് നോക്കിയാൽ, ഒരു ദിവസം രാത്രി പിന്നെ നമ്മുടെ ഒരു സത്യസന്ധനായ പോലീസ് ഓഫീസർ ആയിരിക്കും നമ്മുടെ നായകൻ. അദ്ദേഹത്തിൻ്റെ ആ ഒരു പോലീസ് ആ ഒരു പരിധിയിൽ വെച്ചിട്ട് ഒരു കുട്ടിയെ കാണാതാവാണ്, ഒരു പെൺകുട്ടിയെ കാണാതാവാണ് രാത്രി. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണവും ആ ഒരു അന്വേഷണം ചെന്നെത്തുന്ന വ്യത്യസ്തമായ തലങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നതാണ്. എന്നാലും കണ്ടു നോക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ സിനിമ തോന്നിയിട്ടുള്ളത്. രാത്രി കാഴ്ച, ഒരൊറ്റ രാത്രി നടക്കുന്ന കഥയാണ്. അതായത് 10 മണിക്കൂർ, ആ ഒരു 10 മണിക്കൂറിൽ നടക്കുന്ന സംഭവമാണ് ഈ ഒരു സിബി സത്യരാജ് അവതരിപ്പിക്കുന്ന പോലീസ് കഥാപാത്രത്തിന് ആ ഒരു 10 മണിക്കൂറിൽ നേരിടേണ്ടി വരുന്ന കുറേ സംഭവങ്ങളും കാര്യങ്ങളും, എങ്ങനെ ആ ഒരു കേസ് സോൾവ് ചെയ്യുന്നു, എവിടെ ചെന്ന് അവസാനിക്കുന്നു, കേസ് സോൾവ് ചെയ്യുന്ന സമയത്ത് എവിടെ ചെന്നാണ് ഈ സിനിമയുടെ അവസാനിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്ന ഒരു സംഭവമാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. അപ്പോൾ ഈ സ്ക്രീൻ പ്ലേ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, പെർഫോമൻസുകളൊക്കെ നല്ല രീതിയിൽ തന്നെ എല്ലാവരും കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ രാത്രി കാഴ്ചകളാണ് മൊത്തം, ക്യാമറ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ആക്ഷനൊക്കെകളും കാര്യങ്ങളൊക്കെ വളരെ നീറ്റായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ ക്ലൈമാക്സ് വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയില്ല എങ്കിലും സ്ക്രീൻ പ്ലേ ആയതുകൊണ്ട് കണ്ടിരിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ് 10 Hours എന്ന സിനിമ. വലിയൊരു സംഭവം സിനിമയൊന്നുമല്ല, ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് ഈ ഒരു സിനിമ തോന്നിയിട്ടുള്ളത്. എന്തായാലും കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ്. ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ആക്ഷൻ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഒരു രാത്രി നടക്കുന്ന കഥ അതുപോലുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ് 10 Hours എന്ന ഈ ഒരു സിനിമ എന്നുള്ളത്. അടുത്ത സിനിമ, രണ്ടാമത്തെ സിനിമയാണെന്ന് നോക്കിയാൽ നമ്മുടെ സുന്ദർ സി സംവിധാനം ചെയ്ത് അദ്ദേഹം തന്നെ പ്രധാന വേഷത്തിലെത്തിയ സിനിമയാണ് ഗാംഗേഴ്സ് എന്ന് പറഞ്ഞ സിനിമ. ഒരു ആക്ഷൻ കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. അപ്പോൾ ഈ സിനിമയിൽ സുന്ദർ സിയെ കൂടാതെ അഭിനയിക്കുന്ന വടിവേലുണ്ട്, കാതറിൻ ട്രീസ് ഉണ്ട്, വാണി ഭോജൻ, ഭഗവതി പെരുമാൾ എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ മറ്റ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമയുടെ സ്റ്റോറി എന്താണെന്ന് നോക്കിയാൽ, നമ്മുടെ നായകൻ ഒരു PT അധ്യാപകനായിട്ട് ഒരു സ്കൂളിലേക്ക് വരുന്നതും അവിടെ ആ സ്കൂൾ വെച്ചിട്ട് ഒരു കുട്ടിയെ കാണാതാവുകയാണ്. അപ്പോൾ അതിനെ തുടർന്നുണ്ടാകുന്ന അതിൻ്റെ അന്വേഷണവും മറ്റു കാര്യങ്ങളൊക്കെ, അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങൾ, ആ കുട്ടി കാണാതായത് എങ്ങനെയാണ്, PT മാസ്റ്ററായിട്ട് എന്താണ് ഇതിന് ബന്ധം എന്നുള്ള കാര്യങ്ങളൊക്കെ, നമ്മുടെ നായകനായിട്ട് ഇത് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്ന ഒരു സിനിമയാണ് ഗാംഗേഴ്സ് എന്ന് പറഞ്ഞ സിനിമ. ടോട്ടൽ ഡ്യൂറേഷൻ ഏകദേശം 2 മണിക്കൂറും 40 മിനിറ്റ് വരുന്ന സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ ഉണ്ട്. ആ ഒരു ഡ്യൂറേഷൻ തന്നെയായിരുന്നു സിനിമയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്നുള്ളത്. പിന്നെ കുറേ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന കുറേ കോമഡി രംഗങ്ങളുണ്ട് എന്നുള്ളതാണ്. ഒരാവശ്യമില്ലായിരുന്നു. വടിവേല് വെറുതെ വെറുപ്പിക്കാൻ തന്നെ പറയാം. പഴയകാല ലെജൻഡൊക്കെ ആണെങ്കിൽ കൂടി ഈ സിനിമയിൽ വെറുപ്പിച്ച് കൈ തന്നിട്ടുണ്ട്. കുറേ സീനുകളൊക്കെ വെറുപ്പിച്ച് കൈ തന്നിട്ടുണ്ട്. ശരിക്കും ഒരു 1.5 മണിക്കൂറോട് സിനിമ തീർക്കാം. 1.5 മണിക്കൂറോട് തീർക്കാവുന്ന സിനിമയാണ് 2 മണിക്കൂറും 40 മിനിറ്റും. 2 മണിക്കൂറും 38 മിനിറ്റാണ് സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത്. അതിലേക്കുണ്ട് 1.5 മണിക്കൂർ. 1 മണിക്കൂർ വെട്ടിക്കളയാൻ പറ്റുള്ള സംഭവങ്ങളാണ് ഈ സിനിമയുള്ളത്. അത്രയും ഇറിറ്റേഷനുള്ള സംഭവങ്ങൾ കുറേ ഉണ്ട് സിനിമയിൽ. എന്തായാലും വെറുതെ സമയം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാവുന്ന സിനിമയായിട്ടാണ് ഈ സിനിമയുടെ സ്റ്റോറി നോക്കിക്കഴിഞ്ഞാൽ ക്ലീഷ നമ്മൾ കണ്ടുപടുത്ത കഥകളാണ്. എന്നാലും ഈ ഒരു കോമഡി കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് കുറച്ചിരുന്നെങ്കിൽ, വെറുതെ ഇറിറ്റേറ്റ് ചെയ്യാതല്ല അങ്ങനത്തെ അതുപോലുള്ള സീനുകൾ കുറച്ചിരുന്നെങ്കിൽ ഒരു ജസ്റ്റ് വാച്ചബിൾ മൂവി ആവുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. സിനിമ തിയേറ്ററിൽ വിജയിച്ച സിനിമയാണ് കേട്ടോ. അപ്പോൾ ഈ സിനിമ മലയാളം ഡബ്ല്യൂഷനൊക്കെ അവൈലബിൾ ആണ്. എന്തായാലും കണ്ടു നോക്കുക. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. എന്തായാലും കണ്ടു നോക്കുക. എനിക്ക് സിനിമ തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ സിനിമ 2 സിനിമകൾ കണ്ടവരുണ്ടെങ്കിൽ 10 Hours എന്ന സിനിമ 1 മണിക്കൂർ 54 മിനിറ്റാണ് സിനിമ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത്. 1 മണിക്കൂർ 54 മിനിറ്റാണ്. അപ്പോൾ ഈ 2 സിനിമകൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും